ഹായ് എല്ലാവർക്കും നമസ്കാരം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു കഷ്ണം ചോക്ലേറ്റ് കേക്ക് കഴിക്കുമ്പോൾ നമ്മുടെ തലച്ചോറിനകത്ത് ശരിക്കും എന്തായിരിക്കും സംഭവിക്കുന്നുണ്ടാവുക? അല്ലെങ്കിൽ കുറച്ച് ബദാം കഴിച്ചാൽ പെട്ടെന്നൊരു ഉഷാർ വരുന്നത് എന്തുകൊണ്ടാ? ഹാ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും നമ്മുടെ തലച്ചോറും തമ്മിലുള്ള ആ ഒരു കിടിലൻ കണക്ഷനെക്കുറിച്ചാണ്. അപ്പോൾ നമുക്ക് ചെറിയൊരു ഇമാജിനേഷനിലൂടെ തുടങ്ങാം അല്ലേ? നിങ്ങളുടെ തലച്ചോറ് ഒരു സ്പോഞ്ചാണെന്ന് വിചാരിക്കുക. ഇനി അതിലെ വെള്ളമൊക്കെ അങ്ങ് പിഴിഞ്ഞു കളഞ്ഞാൽ ബാക്കി എന്തായിരിക്കും ഉണ്ടാവുക? അതായത് വെള്ളം പോയാൽ പിന്നെ നമ്മുടെ തലച്ചോറിൽ എന്തൊക്കെയാ ഉള്ളത്? ആ ചോദ്യത്തിന്റെ ഉത്തരം കേട്ടാൽ നിങ്ങൾ ശരിക്കും ഞെട്ടും. കാരണം വെള്ളം കഴിഞ്ഞാൽ നമ്മുടെ തലച്ചോറിൽ ഏറ്റവും കൂടുതലുള്ളത് എന്താണെന്നറിയോ? കൊഴുപ്പാണ്. അതെ, ഞാൻ പറഞ്ഞത് ശരിയാണ്. തലച്ചോറിന്റെ ഏകദേശം 60% ഫാറ്റാണ്. പിന്നെ കുറച്ച് പ്രോട്ടീനുകളും മറ്റു ചെറിയ ചെറിയ പോഷകങ്ങളും എല്ലാം കൂടെ ചേർന്ന ഒരു കോംപ്ലക്സ് മിക്സാണ് സംഭവം. അപ്പോൾ തലച്ചോറ് വെറുമൊരു പോഷകങ്ങളുടെ കൂട്ടം മാത്രമല്ല, പക്ഷേ ഈ ഓരോ പോഷകത്തിനും നമ്മുടെ ചിന്തകളെയും ഫീലിംഗ്സിനെയും വരെ കൺട്രോൾ ചെയ്യാൻ പറ്റും. നിങ്ങൾ ഓർത്തു നോക്കൂ, ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ് എന്തിനാ നമുക്കൊരു മയക്കം വരുന്നത്? അല്ലെങ്കിൽ ചില രാത്രികളിൽ ഒട്ടും ഉറക്കം വരാതെ നല്ല ഉഷാറായിരിക്കുന്നത്? ഇതിൻ്റെയൊക്കെ ഉത്തരം ചിലപ്പോൾ നിങ്ങളുടെ പ്ലേറ്റിൽ തന്നെ കാണും. അപ്പോൾ ശരി, നമ്മുടെ തലച്ചോറിനെ സ്വാധീനിക്കുന്ന ഈ 4 മെയിൻ ആൾക്കാരെ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം. ആരൊക്കെയാണെന്നല്ലേ? കൊഴുപ്പുകൾ, പ്രോട്ടീനുകൾ, മൈക്രോന്യൂട്രിയൻറ്റുകൾ, പിന്നെ നമ്മുടെ കാർബോഹൈഡ്രേറ്റുകൾ. ഓരോരുത്തർക്കും പറയാൻ അവരുടേതായ ഒരു സ്റ്റോറിയുണ്ട്. ഓക്കേ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ആളിലേക്ക് വരാം. കൊഴുപ്പുകൾ. ഒരു കാര്യം ആദ്യമേ പറയാം, എല്ലാ കൊഴുപ്പുകളും ഒരുപോലെയല്ല. ചിലത് നമ്മുടെ തലച്ചോറിന്റെ സൂപ്പർ സ്റ്റാർസ് ആണെങ്കിൽ മറ്റു ചിലത് വില്ലന്മാരാണ്. നമ്മുടെ കഥയിലെ ഹീറോസാണ് ഒമേഗ-3, ഒമേഗ-6 ഫാറ്റി ആസിഡുകൾ. ഇവയെ എസൻഷ്യൽ ഫാറ്റി ആസിഡ്സ് എന്ന് വിളിക്കുന്നതിന് ഒരു കാരണമുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിന് ഇവ സ്വന്തമായി ഉണ്ടാക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഭക്ഷണത്തിലൂടെ തന്നെ കിട്ടണം. തലച്ചോറിലെ ഓരോ കോശങ്ങളെയും ഉണ്ടാക്കാനും അവയെ സംരക്ഷിക്കാനും ഇവർ കൂടിയേ തീരൂ. അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ നല്ല കൊഴുപ്പുകളൊക്കെ എവിടുന്ന് കിട്ടും? സിമ്പിളാണ്. നട്ട്സ്, പലതരം വിത്തുകൾ, പിന്നെ മത്തി, അയല പോലുള്ള കൊഴുപ്പുള്ള മത്സ്യങ്ങൾ. ഇതൊക്കെ ഒമേഗയുടെ സൂപ്പർ സോഴ്സുകളാണ്. പക്ഷേ അതേസമയം ട്രാൻസ് ഫാറ്റും സാച്ചുറേറ്റഡ് ഫാറ്റും കൂടുതലായി കഴിക്കുന്നത് ലോങ് ടേമിൽ നമ്മുടെ തലച്ചോറിന്റെ ആരോഗ്യത്തിന് അത്ര നല്ലത്. ഓക്കെ, അപ്പോൾ കൊഴുപ്പുകളുടെ കാര്യം നമ്മൾ കണ്ടു. ഇനി അടുത്ത ആളിലേക്ക് പോകാം. നമ്മുടെ മൂഡിനെ വരെ നിയന്ത്രിക്കുന്ന പവർ ഹൗസുകളാണ് പ്രോട്ടീനുകൾ. അതെ, നമ്മുടെ ഇടയ്ക്കിടെയുണ്ടാകുന്ന മൂഡ് സിങ്സില്ലേ, അതിൻ്റെ പിന്നിൽ പോലും ഈ പ്രോട്ടീനുകൾക്ക് ഒരു ചെറിയ റോളുണ്ട്. പ്രോട്ടീനുകളുടെ ഈ ഒരു മാജിക് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആദ്യം ന്യൂറോ ട്രാൻസ്മിറ്ററുകളെ പറ്റി അറിയണം. ഇവർ ആരാണെന്നല്ലേ? തലച്ചോറിലെ ചെറിയ മെസഞ്ചർമാരാണ്. അതായത് ഒരു കോശത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് സന്ദേശം എത്തിക്കുന്ന കുഞ്ഞൻ പോസ്റ്റ്മാൻമാർ. നമ്മുടെ സന്തോഷം, ഉറക്കം, ശ്രദ്ധ, ഇതിൻ്റെയൊക്കെ സ്വിച്ച് ഇവരുടെ കയ്യിലാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ ഫീലിംഗ്സായി മാറുന്നത്? ഇതൊരു ചെയിൻ റിയാക്ഷൻ പോലെയാണ് നടക്കുന്നത്. സ്റ്റെപ്പ് 1, നമ്മൾ പ്രോട്ടീനുള്ള ഭക്ഷണം കഴിക്കുന്നു. സ്റ്റെപ്പ് 2, നമ്മുടെ ശരീരം അതിനെ അമിനോ ആസിഡ്സ് എന്ന് പറയുന്ന ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റും. സ്റ്റെപ്പ് 3, തലച്ചോറ് ഈ കഷ്ണങ്ങൾ ഉപയോഗിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ ന്യൂറോ ട്രാൻസ്മിറ്ററുകളെ ഉണ്ടാക്കും. ബൂം! അങ്ങനെ നമ്മുടെ പ്ലേറ്റിൽ നിന്ന് നേരെ നമ്മുടെ മൂഡിലേക്ക് ഒരു കണക്ഷൻ വരുന്നു. ഇതുകൊണ്ടാണ് ചിലപ്പോൾ ഒരു പ്ലേറ്റ് നിറയെ പാസ്തയൊക്കെ കഴിച്ചു കഴിയുമ്പോൾ നമുക്കൊരു ശാന്തതയും ചെറിയൊരു ഉറക്കച്ചടവുമൊക്കെ തോന്നുന്നത്. നേരെ മറിച്ച് പ്രോട്ടീൻ കൂടുതലുള്ള ഒരു മീല് കഴിച്ചാലോ നല്ല ഉഷാറും അലേർട്ടുമായിരിക്കും. നമ്മുടെ ഭക്ഷണത്തിലെ ഈ കെമിക്കൽ ചേഞ്ചസ് തലച്ചോറിനെ ഡയറക്റ്റായിട്ട് ബാധിക്കുന്നുണ്ടെന്നർത്ഥം. ശരി, ഇനി നമുക്ക് തലച്ചോറിന്റെ സ്വന്തം ബോഡിഗാർഡ്സിനെ പരിചയപ്പെടാം. അതാണ് മൈക്രോന്യൂട്രിയൻസ് അഥവാ സൂക്ഷ്മപോഷകങ്ങൾ. പേര് സൂചിപ്പിക്കുന്നതുപോലെ അളവിൽ വളരെ കുറച്ചേ ആവശ്യമുള്ളൂ. പക്ഷേ തലച്ചോറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ ഇവർ ഭയങ്കര ശക്തരാണ്. പഴങ്ങൾക്കും പച്ചക്കറികൾക്കും നല്ല കളർ കൊടുക്കുന്ന ആൻറ്റി ഓക്സിഡന്റുകളെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമല്ലോ, അല്ലേ? അവ വെറുതെ ഒരു ഭംഗിക്ക് മാത്രമല്ല, നമ്മുടെ തലച്ചോറിലെ കോശങ്ങളെ നശിപ്പിക്കാൻ വരുന്ന ഫ്രീ റാഡിക്കൽസ് എന്ന വില്ലന്മാരെ തുരത്തിയോടിക്കുന്ന ബോഡി ഗാർഡുകളാണ് ഈ ആൻറ്റി ഓക്സിഡന്റ്സ്. ഈ ഒരു പ്രൊട്ടക്ഷൻ ടീമിൽ ആരൊക്കെയുണ്ടെന്നോ? വിറ്റാമിൻ B6, B12, പിന്നെ ഇരുമ്പ്, സിങ്ക്, കോപ്പർ പോലുള്ള ഒരുപാട് പേരുണ്ട്. ഇതിൽ ആരുടെയെങ്കിലും കുറവ് വന്നാൽ അത് നമ്മുടെ ഓർമ്മയെയും ചിന്തയെയും ഒക്കെ ബാധിക്കാം. അപ്പോൾ തലച്ചോറെന്ന വലിയൊരു ഫാക്ടറി ഒരു കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകണമെങ്കിൽ ഈ കുഞ്ഞൻ തൊഴിലാളികളെല്ലാം ഒരുമിച്ച് പണിയെടുക്കണം. ഓക്കെ, നമ്മളിപ്പോൾ ലാസ്റ്റ് സെക്ഷനിലേക്ക് കടക്കുകയാണ്. തലച്ചോറ് എന്ന സൂപ്പർ കമ്പ്യൂട്ടറിന് ഓടാൻ വേണ്ട ഫ്യൂവൽ. അതെ, നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കാർബോഹൈഡ്രേറ്റുകളെക്കുറിച്ചാണ്. ഇവിടെയാണ് ശരിക്കും ഒരു അത്ഭുതം ഒളിഞ്ഞിരിക്കുന്നത്. നമ്മുടെ ശരീരത്തിന്റെ ഭാരം നോക്കിയാൽ അതിൽ വെറും 2% മാത്രമേ തലച്ചോറിനുള്ളൂ.
പക്ഷേ നമ്മളൊരു ദിവസം ഉപയോഗിക്കുന്ന മൊത്തം എനർജിയുടെ 20% ഈ കുഞ്ഞനൊറ്റയ്ക്കാണ് ഉപയോഗിക്കുന്നത്. വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? ഈ എനർജിയുടെ മെയിൻ സോഴ്സ് കാർബോഹൈഡ്രേറ്റ്സ് ആണ്. പക്ഷെ കേട്ടോ, എല്ലാ കാർബ്സും ഒരുപോലെയല്ല. വെള്ള ബ്രെഡ്, മൈദ പോലുള്ളവ കഴിക്കുമ്പോൾ ബ്ലഡ് ഷുഗർ പെട്ടെന്ന് കയറും, അതുപോലെ തന്നെ താഴോട്ടും വരും. ഇതിനെയാണ് നമ്മൾ ഷുഗർ ക്രഷ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ശ്രദ്ധയും മൂടുമൊക്കെ പോകും. പക്ഷേ ഓട്സ്, മുഴുധാന്യങ്ങൾ പോലുള്ളവ പതുക്കെയാണ് എനർജി തരുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ നേരം നമുക്ക് ശ്രദ്ധയോടെ ഇരിക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും പറഞ്ഞതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കേണ്ടത്? ഏതെങ്കിലും ഒരു സൂപ്പർ ഫുഡ് കഴിച്ചാൽ മാത്രം പോരാ. നമ്മുടെ തലച്ചോറിന് ഏറ്റവും നല്ലത് പലതരം പോഷകങ്ങൾ നിറഞ്ഞ ഒരു ഭക്ഷണ രീതിയാണ്. ഒരു റെയിൻബോ പോലെ പല നിറത്തിലുള്ള പഴങ്ങളും പച്ചക്കറികളും അടങ്ങിയൊരു പ്ലേറ്റ്. അതാണ് നമ്മുടെ ലക്ഷ്യം. ഒരു കാര്യം എപ്പോഴും ഓർക്കുക, നിങ്ങൾ കഴിക്കുന്ന ഓരോ നേരത്തെ ഭക്ഷണത്തിനും നിങ്ങളുടെ ശരീരത്തിലെ ഏറ്റവും പവർഫുള്ളായ അവയവത്തിൽ, അതായത് തലച്ചോറിൽ ഒരു മാറ്റം വരുത്താൻ കഴിയും. അത് ഇന്നത്തേക്ക് മാത്രമല്ല, ഒരുപാട് കാലത്തേക്കുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് കൂടിയാണ്. അപ്പോൾ ഈ അറിവ് വെച്ച് ഇന്ന് നിങ്ങളുടെ തലച്ചോറിനു വേണ്ടി നിങ്ങൾ എന്ത് നല്ല ഭക്ഷണമായിരിക്കും തിരഞ്ഞെടുക്കുക? ഒന്ന് ആലോചിച്ച് നോക്കണേ. ഈ വിശകലനം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇതുപോലുള്ള കാര്യങ്ങൾ കൂടുതൽ അറിയാനും മനസ്സിലാക്കാനും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത തവണ പുതിയൊരു വിഷയവുമായി വീണ്ടും കാണാം. അതുവരെ ബൈ.